ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ കഥയാണ്. ഒരു രാജാവിന് അറിവുകൾ നേടണമെന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നു. അങ്ങനെ രാജാവ് മന്ത്രിയെ വിളിച്ചിട്ട് മന്ത്രിയോട് സംസാരിച്ചു. എനിക്ക് എത്രയും കുറച്ച് സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും അറിവുകൾ, ഈ ലോകത്ത് എന്തൊക്കെ അറിവുകളുണ്ടോ അതെല്ലാം പഠിക്കണം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെ, വളരെ പഴയൊരു കഥയാണ്, പ്രഗത്ഭരായ ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ പറയുക. ശരി, അപ്പോൾ മന്ത്രി ഓക്കെ സമ്മതിച്ചു. വിളംബരം നടത്തി. പല ദേശത്തു നിന്നും പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, പണ്ഡിതന്മാർ എത്തി അവിടെ രാജാവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരായിട്ട് രാജാവ് കണ്ടു. ശരി, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, എത്ര ദിവസമാണ് എടുക്കുന്നത്, ഇതാണ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു ഇത്ര സമയം വേണം. രാജാവ് പറഞ്ഞു എനിക്കതിനൊന്നും സമയമില്ല. കാരണം ഇതെല്ലാം എനിക്ക് പഠിക്കണം, ഇതെല്ലാം എനിക്ക് എൻ്റെ പ്രജകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയും കുറച്ച് ഇത് ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. നിങ്ങളൊരു ബുക്ക് ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇല്ലത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇതാണെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഒരാൾ ബാക്കിയായി. അയാൾ ശരി ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, എത്ര സമയം വേണം? ഇത്ര സമയം വേണം. ശരി. അതിനുശേഷം അയാൾ പറഞ്ഞ സമയം തീർന്നു. ആ സമയമായപ്പോഴേക്കും രാജാവ് അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഒരു വലിയ മുറി നിറയെ അയാൾ അയാൾക്കറിയാവുന്ന ഇതെല്ലാം എഴുതി ബുക്കുകളാക്കി, ഗ്രന്ഥങ്ങളാക്കി വെച്ചേക്കാണ്. രാജാവ് കണ്ടിട്ട് പറഞ്ഞു ഇല്ല, എനിക്ക് ഇത്രയും സമയമില്ല, ഇത്രയും ബുക്ക് ഞാൻ എന്ന് വായിച്ച് തീർക്കും ഇല്ല. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു എന്നാൽ കഴിയുന്നതിൻ്റെ മാക്സിമമാണ് ഞാനിപ്പോൾ ചെയ്തത്. വീണ്ടും വിളംബരം നടത്തി ഇതിനേക്കാൾ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും വന്ന ആൾക്കാരിൽ നിന്ന് വീണ്ടും പ്രഗത്ഭനായ മറ്റൊരു പണ്ഡിതൻ എല്ലാം സമ്മതിച്ചു. അദ്ദേഹവും ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം സമയമെടുത്ത് ഇത് ചെയ്തു. 3 ബുക്കുകളിലായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചുരുക്കി എഴുതി റെഡിയാക്കി. രാജാവ് കണ്ടു. വലിയ ഗ്രന്ഥങ്ങളാണ്, 3 എണ്ണമുണ്ട്. അതും രാജാവിന് പറ്റില്ല എന്നുള്ളത്. രാജാവിന് ഇനിയും അതിനെ ഇതാക്കി എടുക്കണം. വീണ്ടും അടുത്ത പണ്ഡിതൻ വന്നു. അതും ഇതേപോലെ നടക്കുന്നു. അതൊരു ബുക്കായി. രക്ഷയില്ല. രാജാവിന് അതുപോലും വായിക്കാനുള്ള ക്ഷമയോ സമാധാനമോ സാവകാശമോ ഇല്ല. അവസാനം ഒരാൾ വന്നു. രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു, ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇത് ചെയ്തു. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലാന്നുണ്ടെങ്കിൽ തല പോകും. ഓക്കെ സമ്മതിച്ചു. എനിക്ക് 2 നിമിഷം സമയം തന്നാൽ മതി, ഞാൻ അത് റെഡിയാക്കി തരാം. രാജാവ് ഭയങ്കര സന്തോഷമായി. ഇത്രയും കുറച്ച് സമയം കൊണ്ട് ചെയ്യാം. അദ്ദേഹം ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി, നോ ഫുഡ് ഫോർ ഫ്രീ. വെറുതെ ഒന്നും കിട്ടില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും കുറച്ച് കഷ്ടപ്പെടണം, ക്ഷമ വേണം, സമയം വേണം, സാവകാശം വേണം. അപ്പോൾ എല്ലാ കാര്യത്തിനും ഇതുപോലെ ആലോചിക്കുക. നമുക്ക് വെറുതെ ഒന്നും കിട്ടില്ല, അതിനായി നമ്മൾ കഷ്ടപ്പെടേണ്ടതുണ്ട്. അത് എത്രമാത്രം കഷ്ടപ്പെടണം, എങ്ങനെ കഷ്ടപ്പെടണം, എന്തിനാണെന്നുള്ളത് നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവും അതുപോലെ ഇരിക്കും. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കഷ്ടപ്പെടുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, വിവേകപൂർണ്ണമായിട്ട് കാര്യങ്ങൾ നടത്തുക.